Question നോക്കാൻ, let the area of the region set of all ordered pair x, y such that x minus 2y plus 4 greater than or equal to 0, x plus 2y square greater than or equal to 0, x plus 4y square less than or equal to 8, y greater than or equal to 0, be m by n, where m and n are co-prime numbers, then m plus n is equal to. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ പ്രോബ്ലം ആണ്. ഇവർ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, പിന്നെ രണ്ട് പരാബോള ഉണ്ട്, ഇത് കൂടി ഉണ്ടാക്കുന്ന ഏരിയ. അതിലൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഭാഗം മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം ഞാനിതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കിക്കുക, നമ്മുടെ കയ്യിൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് കട്ട് ചെയ്യുന്നത് എക്സ് ആക്സിനും വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ ഉൾപ്പെടെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ 4 ഇസ് ഈക്വൽ ടു ഇത് മൈനസ് എക്സ് പ്ലസ് 2y ആണ്. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 4 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് മൈനസ് 4,0ലും വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത് 0,2ലാണ്. അതൊക്കെ പടത്തിൽ നിന്ന് ക്ലിയർ ആണ്, റൈറ്റ്? അത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഇനി നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ളത് ഒരു പരാബോളയാണ്. ആ പരാബോള എക്സ് പ്ലസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പരാബോള. എക്സ് പ്ലസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പരാബോള എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ പരാബോള ഓപ്പണിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ് വിത്ത് ഒറിജിൻ ആസ് വെർട്ടെക്സ്. ഓക്കെ, അതാണ് ഇതാ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന പരാബോള. അപ്പോൾ ഇവിടെ ഒരു പരാബോള ഇങ്ങനെ ഉണ്ട്, റൈറ്റ്? പരാബോള വിത്ത് വെർട്ടെക്സ് ആസ് ഒറിജിൻ. നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4x ഫോമിലുള്ള മൈനസ് 4x ഫോമിലുള്ള, അതുകൊണ്ട് പരാബോള ഓപ്പണിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ് അത് വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിക്കുക, അടുത്ത പരാബോള എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 8 ആണ്. സോ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 4 ആണ്. സോ ദിസ് ഇസ് മൈനസ് 1/4 ഇൻറ്റു എക്സ് മൈനസ് 8 എന്നാണ് ആ പരാബോള. അപ്പോൾ എഗെയിൻ ഇത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ഫോമിലുള്ള പരാബോളയാണ്. പക്ഷേ അതിൻ്റെ വെർട്ടെക്സ് 8,0ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെർട്ടെക്സ് ഒറിജിന് പകരം 8,0 ദാ ഈ പരാബോള, ഈ കാണിച്ചിരിക്കുന്ന പരാബോള ഓപ്പണിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഏരിയ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനീക്വാലിറ്റി പറയുന്നത് ആ റീജിയൻസ് എല്ലാം ഒരുമിച്ച് കോമൺ ആയിട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന റീജിയൻ. ഇതിന് പുറമെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ നോക്കിക്കേ, കറക്റ്റ് ആ റീജിയൻ മാർക്ക് ചെയ്ത് തരാം. അതായത് രണ്ട് പരാബോളകളുടെ ഇടയിലുള്ള ഏരിയ, ഈ സ്ട്രെയിറ്റ് ലൈന് താഴെയുള്ള ഏരിയ, സ്ട്രെയിറ്റ് ലൈനിന്റെ ഒറിജിൻ ഭാഗം വരുന്ന ഭാഗമാണ്. നമ്മൾ 0,0 കൊടുത്തു നോക്കിയാൽ മനസ്സിലാവും സ്ട്രെയിറ്റ് ലൈനിന്റെ ഒറിജിൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ, അതായത് ലൈനിന്റെ താഴേക്കുള്ള ഏരിയ, ഈ രണ്ട് പരാബോളകളുടെ ഇടയിലുള്ള ഏരിയ. ഓക്കെ, ഇനി അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഭാഗമാണ് വേണ്ടത്. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഭാഗം എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ അലോങ് വൈ ആക്സിസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോ കർവും ഏതൊക്കെയാന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഈ കർവ് എന്ന് പറയുന്നത് ഇതാണ്, y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1/4 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞ പരാബോളയാണ് അത്, റൈറ്റ്? ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഈ കഷ്ണം. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, എക്സ് മൈനസ് 2y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി ഈ കർവ് എന്താന്ന് വെച്ചാൽ അത് രണ്ടാമത്തെ പരാബോളയാണ്, ആദ്യത്തെ പരാബോളയാണ്. അത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ നോക്കാം. ഈ പോയിന്റ് ഒറിജിൻ ആണ്. ഈ പോയിന്റിന് എ എന്നും ഈ പോയിന്റിന് ബി എന്നും വിളിക്കാം. ഈ പോയിന്റ് സി ആണ്, 8,0 എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അതേപോലെ ഇതാ എയും ബിയും ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എയും ബിയും ഒയും സിയും കൂടി ഉണ്ടാക്കുന്ന ആ റീജിയനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി എ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, എ എന്ന് പറഞ്ഞ സാധനം എന്തിന്റെ ഇന്റർസെക്ഷൻ ആണ്, y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2ന്റെയും അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് മൈനസ് 2y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, എക്സ് രണ്ട് സ്ഥലത്തും ഇക്വേറ്റ് ചെയ്യാം. എക്സ് രണ്ട് സ്ഥലത്തും ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു അതിൽ നിന്ന് 2y മൈനസ് 4 എന്ന് കിട്ടും. സോ ഇതില് 2y സ്ക്വയർ പ്ലസ് 2y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. y സ്ക്വയർ പ്ലസ് y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത്
y plus 2 into y minus 1 is equal to 0 എന്ന് കിട്ടും. സോ y വാല്യൂ -2 കിട്ടും 1 കിട്ടും. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ y വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, -2 അല്ല 1 ആണ് വരേണ്ടത്, 1 ആണ്. അപ്പോൾ നമ്മൾ എന്റെ കറസ്പോണ്ടിങ് ആയിട്ട് y is equal to 1 ആണെന്ന് കിട്ടി. കറസ്പോണ്ടിങ്ലി എക്സ് വാല്യൂ നമുക്ക് കിട്ടും. എക്സ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം -2 ആണ് കിട്ടി. സോ എന്റെ കോർഡിനേറ്റ് -2, 1 ആണെന്ന് മനസ്സിലായി. യെസ്, ആ സാധനം പിടി കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ബി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാം. ബി എന്ന് പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണേ. ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടത്, ആ സ്ട്രെയിറ്റ് ലൈനും പിന്നെ രണ്ടാമത് പറഞ്ഞ പരാബോളയും. ഓക്കെ, അപ്പൊ എക്സ് -2y + 4 is equal to 0യും പിന്നെ നമ്മൾ സോൾവ് ചെയ്യാൻ പോണത് y² is equal to -1/4 into x - 8. അപ്പൊ തന്നിരിക്കുന്ന പരാബോള നോക്കുക. രണ്ടാമത്തെ ഒരു പരാബോള എന്ന് പറയുന്നത് y² is equal to 8 - x/4 ആണ്. അത് -1/4 into x - 8 എന്ന് എഴുതിയതാണ്. അഗെയിൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എക്സ് രണ്ട് സ്ഥലത്തും ഇക്വേറ്റ് ചെയ്യാം. എക്സ് രണ്ട് സ്ഥലത്തും ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സാധനം 2y - 4 ആണ്. ഈക്വൽ ടു ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ -4y² പിന്നെ +8 ആണ്. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4y² + 2y - 12 is equal to 0 എന്ന് കിട്ടും. സോ 2y² + y - 6 is equal to 0 എന്ന് കിട്ടും. 2y² + 4y - 3y - 6 is equal to 0 എന്ന് കിട്ടും. 2y into y plus 2 - 3 into y plus 2 is equal to 0 എന്ന് കിട്ടും. സോ y is equal to 3/2 കിട്ടും. y is equal to -2 കിട്ടും. എഗെയിൻ അവിടെ നമ്മൾ എടുക്കേണ്ട y വാല്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, ബിന്റെ പോയിന്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോണത്. ബിന്റെ കറസ്പോണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, y is equal to 3/2 ആണ് എടുക്കാൻ പോകുന്നത്. കാരണം y എന്തല്ല, നെഗറ്റീവ് അല്ല. അപ്പോൾ y is equal to 3/2 കൊടുത്താൽ കറസ്പോണ്ടിങ്ങിലി x എന്ന് പറഞ്ഞ സാധനം 2 into 3/2 -4 ആണ്, വിച്ച് ഇസ് -1. സോ ബി എന്ന് പറഞ്ഞ പോയിന്റ് -1, 3/2 എന്ന് കിട്ടി. സോ ബി എന്ന് പറഞ്ഞ സാധനം, ബി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് -1, 3/2. -1, 3/2. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോയിന്റ് കിട്ടിയല്ലോ, -2, 1 കിട്ടി. അതേപോലെ തന്നെ -1, 3/2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനിൽ തുടങ്ങുന്നു, 0 മുതൽ പോയി ബി വരെ പോകുന്നു. ബി ആണ് എന്താണ്, y ആക്സിസിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യണം. മാക്സിമം y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബി ആണല്ലോ. അതിന്റെ ഇടയിൽ എയിൽ വെച്ചിട്ടാണ് ഫംഗ്ഷന്റെ നേച്ചർ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, അപ്പോൾ 0 മുതൽ എ വരെയുള്ള ഭാഗത്ത് ഒരു ഇന്റഗ്രലും എ മുതൽ ബി വരെയുള്ള ഭാഗത്ത് വേറൊരു ഇന്റഗ്രലും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഷേപ്പ് ഇതാ ഏകദേശം ഇങ്ങനെയാണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ കയ്യിലുള്ള ആ ഷേപ്പ് എന്താണെന്ന് നോക്കിക്കേ. ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. ഈ ഷേപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ ഒരു പരാബോളന്റെ കഷ്ണം ഉണ്ട്, ഇവിടെ ഒരു പരാബോള ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ പോയിന്റ് ആണ് നമ്മൾ O എന്ന് വിളിച്ചത്, ഈ പോയിന്റ് ആണ് നമ്മൾ A എന്ന് വിളിച്ചത്, ഈ പോയിന്റ് ആണ് നമ്മൾ B എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അലോങ് y ആക്സിസ് ആണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അലോങ് y ആക്സിസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 0 മുതൽ എന്റെ y കോർഡിനേറ്റ് വരെ. അപ്പോൾ ഇവിടെ 0, 0 എന്നാണ് ഈ പോയിന്റ്. എന്റെ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വളരെ വൃത്തിയിൽ. -2, 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിയുടെ കോർഡിനേറ്റ് കിട്ടിയിരിക്കുന്നത് -1, 3/2 എന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 0 മുതൽ 1 വരെ ഈ ഇന്റഗ്രല് കിട്ടും, ഒരെണ്ണം. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. ഈ കളറാണ് ഇവിടുത്തെ ഇന്റഗ്രൽ, അതാണ് ഇത് തരാൻ പോകുന്നത്. പിന്നെ അടുത്ത ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ അടുത്തത് 1 മുതൽ 3/2 വരെ ആയിരിക്കും ഈ ഇന്റഗ്രൽ വരുന്നുണ്ടാവുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട സംഭവം. അപ്പൊ ഇനിയുള്ള പണി എന്ന് പറഞ്ഞാല് ഇന്റഗ്രാൻഡ് എഴുതലാണ്. അപ്പൊ അത് മുകളിലത്തെ ഫംഗ്ഷൻ മൈനസ് താഴത്തെ ഫംഗ്ഷൻ എഴുതണം. മുകളിലെ ഫംഗ്ഷൻ മൈനസ് താഴത്തെ ഫംഗ്ഷൻ എഴുതുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്റഗ്രേഷൻ അലോങ് y ആക്സിസ് ആണ് എഴുതുന്നത്. സോ എക്സ് ഇൻ ടേംസ് ഓഫ് y ആക്കിയിട്ട് ഫംഗ്ഷൻസ് നമുക്ക് എഴുതണം. സോ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ 2y - 4 ആണ്. റൈറ്റ്, 2y - 4 ആണ്.
അതേപോലെ ഇവിടെ നോക്കുക, ഇവിടെ ഈ പരാബോള നമുക്ക് കിട്ടിയത് എക്സ് ഇസ് ഈക്വൽ ടു -2y² ആണ്. എക്സ് ഇസ് ഈക്വൽ ടു -2y² ആണ്. ഇവിടെ നോക്കുക, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 8 - 4y² ആണ്. 8 - 4y². എക്സ് ഇസ് ഈക്വൽ ടു 8 - 4y². യെസ്, ഇതെല്ലാം കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ എഴുതാം. സോ ആദ്യത്തെ ഇന്റഗ്രൽ 0 മുതൽ 1 വരെ മുകളിലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ y ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. മുകളിലുള്ളത് 8 - 4y² എന്ന് പറഞ്ഞ പാരാബോളയാണ്. ആദ്യത്തെ ഇന്റഗ്രലാണ് എഴുതാൻ പോണേ കേട്ടോ. മൈനസ് രണ്ടാമത്തെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -2y² dy പ്ലസ് അടുത്ത ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 മുതൽ 3/2 വരെ മുകളിലെ ഫംഗ്ഷൻ അഗൈൻ 8 - 4y² തന്നെയാണ് മുകളിലുള്ളത്. മൈനസ് താഴെയുള്ളത് 2y - 4 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ അതാ ഈ ഇന്റഗ്രേഷൻ ചെയ്ത നമ്മുടെ ആൻസർ ആയി, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ഇന്റഗ്രേഷൻ നമ്മൾ ഒന്ന് എഴുതാൻ പോവാണ്. ദിസ് ഇസ് ഇന്റഗ്രൽ 0 മുതൽ 1 വരെ 8 - 4y² -2y² എന്ന് പറയുമ്പോൾ 8 - 2y² dy എന്ന് കിട്ടി. അടുത്തത് ഇന്റഗ്രൽ 1 മുതൽ 3/2 വരെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 8 ഉണ്ട്, -4 എന്തായി മാറി? 12 ആയി. 12 - 2y - 4y² dy എന്നായി മാറി. അപ്പൊ 8 - 2y² dy 0 to 1 1 മുതൽ 3/2 വരെ 12 - 2y - 4y² dy ആണ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അഗൈൻ ലെങ്തി കാൽക്കുലേഷൻസ് ഉണ്ടാവും, അത് തെറ്റാണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആദ്യം ഇന്റഗ്രൽ 0 മുതൽ 1 വരെ ഉള്ളതുണ്ടല്ലോ, അതെന്തായി മാറി? 8 × 1 - 0 ആയി മാറി. ഇനി അടുത്ത -2y² ഉണ്ടല്ലോ, അപ്പൊ -2/3 × y³ അല്ലേ, അപ്പൊ 1³ - 0³ എന്ന് വരും. യെസ്. അടുത്തത് 12 × 3/2 - 1 എന്ന് വരും. 12 × 3/2 - 1 എന്ന്. അടുത്ത നമ്പർ വരാൻ പോകുന്നത് -y² ആണ്. -y² എന്ന് പറയുമ്പോൾ 9/4 - 1 എന്ന് വരും. അടുത്ത നമ്പർ -4/3 × y³ എന്ന് വരും. y³ എന്ന് പറയുമ്പോൾ 27/8 - 1 എന്ന് വരും. അപ്പൊ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് ഇസ് 8, പിന്നെ -2/3 പ്ലസ് 12 × 1/2 അത് 6 എന്ന് വരും. പിന്നെ -9/4 വരും, പ്ലസ് 1 വരും. പിന്നെ അത് വരാൻ പോണത് 4ഉം 8ഉം ക്യാൻസൽ ആയിപ്പോയി 2 ആണ്. അപ്പൊ 9/2 എന്ന് വരും. പിന്നെ ഒരു പ്ലസ് 4/3 വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 8 ഉണ്ട്, -2/3 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ -9/4 ഉണ്ട്, 1 ഉണ്ട്, പിന്നെ -9/2 പ്ലസ് 4/3 ഉണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇത് 8 അല്ലെങ്കിൽ 14 - 2/3. 8ഉം 6ഉം കൂടി ഞാൻ പെട്ടെന്നാക്കി. -9/4 പ്ലസ് 1 -5/4 ആക്കി വേഗം. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? -27 പ്ലസ് 8 / 6 -19 / 6 എന്ന് വേഗം എഴുതാം. -27 പ്ലസ് 8 -19 / 6. ഇപ്പോൾ കോമൺ ഡിനോമിനേറ്റർ നമുക്ക് എന്താക്കാം? 12 ആക്കാം. 12 ആക്കുമ്പോൾ 14 × 12 -2 × 4 -5 × 3 -19 × 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 168 - 8 -15 -38 / 12 കിട്ടും. അപ്പോൾ ഇത് 130ഉം 130 22 കുറച്ചത് 23 കുറച്ച് 107 / 12 എന്ന് കിട്ടും. 107/12 ആണ് കിട്ടുക ആൻസർ. അവർ പക്ഷേ 107/12 എന്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? M+N ഫോർമാറ്റിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ 107 + 12 എന്ന് പറയുമ്പോൾ 119 വരും. 119 ഇസ് ദ റൈറ്റ് ആൻസർ.